നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയ്ക്ക് ഏതായാലും നെയ്മർ ജൂനിയർ ഇല്ല, പക്ഷേ താരം എന്ന് തിരിച്ചു വരും. ഓഗസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവുണ്ടാവും. അതല്ല, പ്രീ സീസൺ പൂർണ്ണമായിട്ടും നഷ്ടമാകും, സെപ്റ്റംബറിൽ തിരികെ വരൂ എന്ന് മറ്റൊരു വേർഷൻ. അങ്ങനെ പലതരത്തിലുള്ള വാർത്തകളും ചർച്ചകളും ഒക്കെ വരുമ്പോൾ നെയ്മർ ജൂനിയർ തൻ്റെ പരിക്കിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നു. ആരും കരുതുന്ന പോലെയല്ല, വളരെ സീരിയസ് ആണ് ഇഞ്ചുറി. 100% ഫിറ്റാവുന്ന സമയത്ത് മാത്രമേ താൻ തിരിച്ചു വരികയുള്ളൂ എന്ന് നെയ്മർ ജൂനിയർ പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. അദ്ദേഹം പറയുന്നു, പരിക്കേറ്റ സമയത്ത് തുടക്കത്തിൽ ഡോക്ടർമാർ പറഞ്ഞിരുന്നത് 6-7 മാസക്കാലം കൊണ്ട് തിരികെ എത്താൻ പറ്റുമെന്നായിരുന്നു. പക്ഷേ പിന്നീട് അവർ കൂടുതൽ റിസർച്ച് നടത്തിയപ്പോൾ ഇഞ്ചുറി കുറച്ചുകൂടി വലുതാണെന്നും കൂടുതൽ സമയമെടുക്കും എന്ന് മനസ്സിലായി. സോ അവർ വളരെ കോഷ്യസ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. ബ്രസീലിൻ്റെ ഡോക്ടർ റോഡ്രിഗോ ലാസ്മറും പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റുമാർ, അതുപോലെ തന്നെ അൽ ഹിലാലിൻ്റെ ഡോക്ടർ, അവരോടൊക്കെ എപ്പോഴും കാര്യങ്ങൾ പരസ്പരം അവർ ചർച്ച ചെയ്യുന്നു. അങ്ങനെയാണ് അവർ എൻ്റെ ആ ഒരു ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഫ് കോഴ്സ് എത്രയും പെട്ടെന്ന് തിരികെ എത്തണം, അതേസമയം ഒരു ധൃതിയുമില്ലാതെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഐ വാണ്ട് ടു റിട്ടേൺ വെൻ ഐ ആം 100% റിക്കവേർഡ്. 100% റിക്കവർ ആയതിനു ശേഷം മാത്രമേ ഞാൻ തിരിച്ചു വരികയുള്ളൂ. എൻ്റെ ഇഞ്ചുറിയെ പറ്റി പറയുകയാണെങ്കിൽ, എനിക്ക് ആ റിക്കവറി പീരീഡിലെ കാര്യമൊക്കെ പറയുമ്പോൾ അതിന് വാക്കുകളില്ല. ഈ ഒരു മാസങ്ങളിൽ ഞാൻ അനുഭവിച്ച വേദന വിവരിക്കാൻ എനിക്ക് വാക്കുകളില്ല. എൻ്റെ ACL-ഉം മെനിസ്കസും ഏതാണ്ട് 5 ഭാഗങ്ങളായിട്ട് അത് ടീർ ചെയ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. അത് വളരെ സീരിയസ് ഇഞ്ചുറിയാണ്. 10-11 മാസക്കാലം കളിക്കാതെ പുറത്തിരിക്കുക തീർച്ചയായിട്ടും അത് ബുദ്ധിമുട്ടേറിയതാണ്. എന്നാൽ പോലും എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പവും എൻ്റെ കുടുംബത്തോടൊപ്പവും എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പവും ഒക്കെ ചെലവഴിക്കാനുള്ള ഒരു സമയം എനിക്കതിലൂടെ ലഭിച്ചു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഈ ഒരു ഇഞ്ചുറി നമ്മൾ തീർച്ചയായിട്ടും വളരെയധികം കെയർ ചെയ്യേണ്ട ഒന്നാണ്. അതോടൊപ്പം തന്നെ ഫിസിക്കലി മാത്രമല്ല, മെൻ്റലിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ തുറന്നു പറയുകയാണ്, എന്നെ ഇത് മാനസികമായിട്ട് വല്ലാതെ തളർത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സാഡ്നെസ്, സ്ട്രെസ്സ്, ഇതെല്ലാം ഇത്തരത്തിലുള്ള വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ് അവരെന്നെ ഒരുപാട് സഹായിച്ചു. അവരോടാണ് എനിക്ക് ഏറ്റവും അധികം നന്ദിയുള്ളത്. അവരെന്നെ മോട്ടിവേറ്റ് ചെയ്തു. എന്നെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോവാൻ അവരാണ് പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഇന്നെന്തായാലും ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഞാൻ വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് കാത്തിരിക്കുകയാണ്. എനിക്ക് തിരിച്ചു വരണം. ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത് കാത്തിരിക്കുന്നു. ഞാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് എവറി ഡേ ട്രെയിനിങ് നടത്തുന്നുണ്ട്. എനിക്ക് തീർച്ചയായിട്ടും 100% തിരികെ വരാൻ പറ്റും എന്നുകൂടി നെയ്മർ ജൂനിയർ പറയുന്നു. ചുരുക്കത്തിൽ ഇത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. വളരെ വളരെ സീരിയസ് ഇഞ്ചുറിയാണ് നെയ്മർ ജൂനിയർക്ക് സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇത്ര നീണ്ട കാലം പുറത്തിരിക്കേണ്ടി വന്ന ഒരു ഇഞ്ചുറി സംഭവിച്ചിട്ടില്ല. പക്ഷേ മെൻ്റലി തളർന്നിരിക്കുമ്പോൾ ഫാമിലിയും അതുപോലെ കൂട്ടുകാരും ഒക്കെയാണ് അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളത്. 100% ഫിറ്റായിട്ടേ താൻ തിരികെ വരൂ എന്ന് നെയ്മർ പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.